ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂത്ത് ലീഗിന്റെ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചതാണ്. യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ചിൽ ഇന്ന് സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിജീവിതരായവരുടെ ജീവിതം തിരികെ പിടിക്കാൻ വേണ്ട ഒരു തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് ഉണ്ടായത്. പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തി ലോങ് മാർച്ച് തടയാൻ ശ്രമിച്ചു. അതിനെ തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധം കനപ്പിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതൊരു സംഘർഷത്തിലേക്ക് ചെന്നെത്തിയത്. എസ് വിജയകുമാർ ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിജയകുമാർ, ഈ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ പോയി വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്ത ആളാണ് വിജയകുമാർ. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ബാക്കിയായവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്ന പരാതികൾ ഒരു ഭാഗത്തുണ്ട്. വേണ്ട രീതിയിലുള്ള പരിഗണന ഇക്കാലം അത്രയും കിട്ടിയിട്ടില്ല എന്ന കടുത്ത പരാതികൾ ഉള്ളവരുണ്ട്. ഏത് വിഭാഗം ജനങ്ങളെയാണ് വിജയകുമാർ ഒരു വർഷത്തിന് ശേഷം ഈ മേഖലയിൽ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്? ജികെ, ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും അനുബന്ധ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലും വേണ്ടത്ര വേഗം പോരാ എന്നതാണ് പൊതുവെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മൾ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന്, ഈ പറയുന്ന ഈ ദുരന്തബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടേണ്ടവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ മേഖലകൾക്ക് അക്കാര്യത്തിൽ പരിഗണന കിട്ടണം എന്ന വിഷയങ്ങളിൽ അടക്കം ഇപ്പോഴും ഒരു കൃത്യത ആർന്ന വിവരം സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഈ ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ പുനരധിവാസം വീട് ഉൾപ്പെടെ നൽകേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ടവരുടെ പട്ടികയുടെ കാര്യത്തിൽ അത് മുണ്ടക്കൈ ചൂരൽമല പ്രദേശം മാത്രമല്ല, പടവെട്ടിക്കുന്നടക്കം ഇതിനോടനുബന്ധമായ പ്രദേശങ്ങളിൽ ഈ ദുരന്തത്തിൻ്റെ ആഘാതം നേരിടുന്നവരുണ്ട്. അവരെ കൂടി ആ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. അതിൽ സർക്കാർ അവരോട് അനുകൂലമായ നിലപാടെടുക്കും എന്നതാണ് റവന്യൂ മന്ത്രി നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പട്ടികയിൽ അവരുൾപ്പെടെ ഉണ്ടാകുമെന്ന് റവന്യൂ വകുപ്പ് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ പട്ടിക ഇനി ഉണ്ടാകും, എപ്പോഴുണ്ടാകുമെന്ന് അറിയില്ല, ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. ആ ഒരു പട്ടിക വരുമ്പോൾ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ആഘാതം നേരിട്ട ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർ അതിൻ്റെ ഭാഗമാകുമോ എന്നറിയില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മറ്റൊന്ന്, ഇപ്പോൾ ജോൺ മത്തായി കമ്മീഷൻ്റെ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ മേഖലയിൽ വാസയോഗ്യമല്ലാത്തതേത്, വാസയോഗ്യമായ മേഖലകളേത് എന്ന തരം തിരിച്ചിട്ടുണ്ട്. അതിലും വലിയ പരാതികൾ ഈ പ്രദേശങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുണ്ടക്കൈ പ്രദേശത്തിൻ്റെ വലിയ വിഭാഗം, വലിയ മേഖലകളിലേക്ക് നമ്മുടെ ഇന്ന് കാൽനടയായി രാവിലെ യാത്ര ചെയ്തു. അവിടങ്ങളിൽ വീടുകൾക്ക് കാര്യമായ കേടുപാടുകളില്ല. പക്ഷേ ആ മേഖലയിലുള്ള ജനങ്ങളൊന്നും അവിടെ പാർക്കുന്നില്ല. അവരൊക്കെ അവിടെ നിന്ന് വാടക വീടുകൾ തേടി ഈ പറയുന്ന മേപ്പാടിയിലേക്കോ അല്ലെങ്കിൽ വയനാട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലേക്കോ കൽപ്പറ്റയിലേക്കോ പുൽപ്പള്ളിയിലേക്കോ പോയിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വാടക വീടുകളിലോ ബന്ധു വീടുകളിലോ ഒക്കെ താമസിക്കുകയാണ്. അവരുടെ കൃഷിഭൂമിയിലേക്ക് ഇടയ്ക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ജനങ്ങൾക്ക് അവിടെ ഇപ്പോൾ അവിടെ താമസിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് സർക്കാർ പറയുകയാണെങ്കിൽ പോലും അവിടെ താമസിക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ല. കാരണം അവരത്ര വലിയ ആഘാതം നേരിട്ട് കാണുകയും അതിൻ്റെ അനുഭവസ്ഥരുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ മേഖലയിലുള്ള ജനങ്ങൾ അവിടേക്ക് മടങ്ങി വരാൻ തയ്യാറാകുന്നില്ല. ഒരുതരം നോമാൻസ് ലാൻഡ് എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് ആ പ്രദേശങ്ങൾ മാറി. ഇപ്പോൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പടവെട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒറ്റ കുടുംബം മാത്രമേ ആ നാട്ടിൽ താമസിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ആളുകളും അവിടെ നിന്ന് പോയി. ആ താമസിക്കുന്ന ഒരു കുടുംബമാകട്ടെ അവർ ഈ പറയുന്നത് പോലെ ഇടയ്ക്ക് വരും പോകും, ആ മട്ടിൽ അവിടെ നിൽക്കുന്നതാണ്. ഒരു പുതിയ വീടായതുകൊണ്ട് മാത്രം അവിടെ തുടരുന്നു എന്ന് അദ്ദേഹം പറയുന്ന ഒരു കുടുംബ ഗൃഹനാഥനെ നമ്മൾ അവിടെ കണ്ടു. അതുപോലെ അട്ടമല ഉൾപ്പെടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്ന സമാനമായ പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് മുക്തരാകാത്തവരാണ് ഈ പ്രദേശത്തുള്ളവർ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ കൂടി സർക്കാർ ഇടപെടണം എന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഒരു പ്രതിസന്ധിയായി ഇവിടെ തുടരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്ത ബാധിതർക്കായി സർക്കാർ നൽകുന്ന ഭവന പദ്ധതിയുടെ കാര്യത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മെല്ലെപ്പോക്ക് എന്നൊരു വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അത് ഇന്ന് രാവിലെ നമ്മളോട് സംസാരിച്ച ഇവിടുത്തെ ജനപ്രതിനിധി ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾ ഒക്കെ തയ്യാറായി വരുന്നു. അവർക്ക് ഭൂമി കണ്ടെത്തി കൊടുക്കുന്നില്ല, അവരെ സർക്കാർ വിശ്വാസത്തിലെടുക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതികളുണ്ട്. തന്നെയുമല്ല അവിടെ ഒരു മാതൃകാ ഭവനം, ഒരു മാതൃകാ വീട് എന്ന് വെച്ചാൽ ഈ ഭവന പദ്ധതിയുടെ ഭാഗമായ പാർപ്പിട സമുച്ചയത്തിൻ്റെ ഭാഗമായ ഒരു വീട്, ഒരു മാതൃക, ഒരു മോഡൽ എന്ന നിലയിൽ നിർമ്മിച്ച് പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഒരു വർഷം കഴിയുമ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഈ പറയുന്ന ഈ സർക്കാരിൻ്റെ പദ്ധതികളുടെ സഹായം വലിയ തോതിൽ കിട്ടുന്നില്ല. ഇപ്പോൾ നേരത്തെ വാടക
ഇനത്തിൽ കിട്ടുന്ന പണം അത് കഴിഞ്ഞ മാസം തൊട്ട് അത് നിലച്ചു എന്ന് ചിലർ പറയുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ പറയുന്നു അവർക്ക് ഈ പറയുന്ന സർക്കാരിന്റെ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരുടെ നേരിട്ട് അവരുടെ കൈകളിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഒരു വർഷത്തിന് ശേഷം ദുരന്ത ഭൂമിയിലേക്ക് വീണ്ടും എത്തിയതാണ് വിജയകുമാർ. അവിടെ കണ്ട കാര്യങ്ങൾ, ജനങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ നേരിട്ട് അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർ അനുഭവിക്കുന്ന അവഗണന, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പദ്ധതികൾ പലതും അവരുടെ ജീവിതത്തിലേക്ക് അനുഭവവേദ്യമായി തുടങ്ങിയിട്ടില്ല എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളാണ് അവർക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നതെന്നാണ് എസ് വിജയകുമാർ ഒരാണ്ടിന് ശേഷം ഈ ദുരിതഭൂമിയിലെത്തി നൽകുന്ന വിവരങ്ങൾ.